ഇന്നലെ രാത്രി നടന്ന പാക് ആക്രമണത്തിൻ്റെയും അതിൻ്റെ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൻ്റെയും ഒരു വിവരം ഔദ്യോഗികമായി ലഭ്യമായിട്ടില്ല. അതായത് പാകിസ്ഥാൻ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് നടത്തിയത് എന്നുള്ളത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ പലരും പങ്കുവെക്കുന്നുണ്ട്. ഭട്ടിൻ്റെ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ പ്രൊജക്ടൈൽസിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഇന്നലെ പാകിസ്ഥാൻ്റെ ഈ ഡ്രോൺ ആക്രമണത്തെ തുടർന്നുള്ള ഇന്ത്യയുടെ പ്രതിരോധവും ഒക്കെ ചേർന്നിട്ടുള്ള സംഭവങ്ങളുടെ ഒരു യഥാർത്ഥ രൂപം വന്നിട്ടില്ല. അതേസമയം ഇന്ത്യ ഇതിനെ തുടർന്ന് രാത്രി നടത്തി എന്ന് പറയപ്പെടുന്ന പ്രത്യാക്രമണം, അതായത് ലാഹോർ, ഇസ്ലാമാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നടത്തിയെന്ന് പറയപ്പെടുന്ന ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനോ നൽകാനോ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നുള്ളൊരു വിവരം ഇന്നലെ രാത്രി പുറത്തു വന്നിരുന്നു. പക്ഷേ അത് അങ്ങനെ ഒരു വാർത്താ സമ്മേളനം ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എന്നാണ് വിദേശ മന്ത്രാലയം ഇപ്പോൾ അറിയിക്കുന്നത്. അതായത് ഇന്നലെ രാത്രി വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ജമ്മു, അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് എത്ര എന്നുള്ളത് ഇന്നലെ രാത്രി പറഞ്ഞത് 8 ആക്രമണങ്ങൾ അല്ലെങ്കിൽ 8 ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് സർക്കാർ പറഞ്ഞത്. പക്ഷേ കൂടുതൽ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പല സ്ഥലങ്ങളിൽ നിന്നും അത് സംബന്ധിച്ച വിവരങ്ങൾ അതാത് പ്രാദേശിക മേഖലയിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഒരു വ്യോമാക്രമണം ഉണ്ടായിട്ടുണ്ടോ, ഇന്ത്യ പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള വിവരങ്ങൾ വന്നു. 2 ചൈനയുടെ JF-17 വിമാനങ്ങൾ, അതോടൊപ്പം ഒരു F-16 വിമാനം, ഒരു എവാക്സ് എന്നിവ വെടിവെച്ചിട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പൈലറ്റുമാരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള റിപ്പോർട്ട് വന്നിരുന്നു. ഇതിൽ 2 പൈലറ്റുമാരാണ് കസ്റ്റഡിയിലുള്ളത് എന്നുള്ള വിവരം വന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതേസമയം ഇന്ത്യയുടെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ടും സമാനമായ തരത്തിൽ ലാഹോർ, ഇസ്ലാമാബാദും അതോടൊപ്പം തന്നെ നാവികസേന കറാച്ചി ആക്രമിച്ചു എന്നുള്ള വാർത്തകൾ വന്നു. അത് പിന്നീട് ഔദ്യോഗികമായി തന്നെ സർക്കാർ അത് പറഞ്ഞു. അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല. കറാച്ചിയിൽ നാവികസേനയുടെ ഒരു ആക്രമണം നടന്നില്ല. പക്ഷേ ഇന്ന് മുതൽ ഏതാണ്ട് 3-4 ദിവസത്തേക്ക് അവിടെ ഒരു നേവൽ ഫയറിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ളൊരു നോട്ടമല്ല, നോട്ട് MR, അതായത് നോട്ട് ഫോർ മറൈൻസ് എന്നുള്ളത് അത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് അറബിക്കടലിൽ ഗുജറാത്ത് തീരത്തിന് സമീപം ഇന്ത്യ നേവൽ ഫയറിംഗ് അല്ലെങ്കിൽ നേവൽ വാർ എക്സസൈസസ് നടത്തും എന്നുള്ളൊരു വിവരം ഔദ്യോഗികമായി നേവി പുറത്തുവിട്ടിട്ടുണ്ട്. മാത്രമല്ല, പാകിസ്ഥാനും സമാനമായ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട് അവരുടെ ഭാഗത്ത്. പക്ഷേ കഴിഞ്ഞ തവണ നടത്തിയ അഭ്യാസത്തിൽ ഈ 2 സേനകളും തമ്മിലുള്ള മുഖാമുഖം നിന്നത് 78 നോട്ടിക്കൽ മൈലാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഏകദേശം 31 നോട്ടിക്കൽ മൈലായി കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ നേർക്ക് നേർ നിൽക്കുന്നു, മുഖത്തോട് മുഖം തന്നെയാണ് നാവികസേന എന്നുള്ളതാണ്. കറാച്ചി തുറമുഖം ആക്രമിച്ചു എന്നുള്ളൊരു വാർത്ത തെറ്റായിരുന്നു. അത് ശരിയല്ല. അത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടില്ല ഇന്ന് നേവി പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ലാഹോറിൽ അല്ലെങ്കിൽ ഇസ്ലാമാബാദിൽ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ, സേനാ മേധാവിയെ മാറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അസീം മുനീർ കസ്റ്റഡിയിലാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇന്ന് വരേണ്ടതുണ്ട്. ഇന്നലെ രാത്രി വന്ന വാർത്തകളാണ്, റിപ്പോർട്ടുകളാണ്. പലതും സ്ഥിരീകരിക്കാത്തതായിരുന്നു. നമ്മൾ കൊടുത്തതും അങ്ങനെ തന്നെയാണ്, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ എന്നുള്ള തരത്തിലാണ്. പക്ഷേ ഇക്കാര്യത്തിലൊരു വ്യക്തത ഇനിയാണ് വരേണ്ടത്. ഇപ്പോൾ ഒന്നും തന്നെ ഇതുവരെ ഈ പറഞ്ഞ ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നോ വന്നിട്ടുമില്ല.